മാഷേ, വീണ വിജയൻ ഇഡിക്ക് മുന്നിൽ 5 മണിക്കൂർ പിന്നിടുന്നു. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയണം. ഈ വീണ വിജയന്റെ ഈ യാത്രയും ഈ പോക്കും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ അനുഭവിച്ചത് ഈ പിണറായി വിജയന്റെ സർക്കാരും പോലീസും അവരെ പെടാപ്പാടുപെടുത്തിയിട്ടുണ്ട്. അവരുടെ വാക്കുകൾ കൃത്യമായി അവർ പറയുന്നത് പോലെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ അതിന് പ്രേരിപ്പിച്ചവർ കൂടി അകത്തായാൽ മാത്രമേ ഞാൻ അനുഭവിച്ചതിനൊക്കെ പകരമാകൂ എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് അവർ പറഞ്ഞൊരു 2 കാര്യങ്ങൾ. ഒന്ന്, ഷാർജ ഷെയ്ഖിനെ ക്ലിഫ് ഹൗസിൽ എത്തിച്ചത് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ വീണ വിജയനാണ്. അപ്പോൾ വീണ വിജയൻ ആള് ചില്ലറക്കാരിയൊന്നുമല്ല, എല്ലാ കയ്യിലിരിപ്പുകളും ഉള്ള ഒരു വ്യക്തിയാണ്. അത്ര പാവമൊന്നുമല്ല കുട്ടി എന്ന് പറയുന്നത് പോലെ. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ശാപം, കണ്ണുനീര്, ഇതിനൊന്നും വലിയ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ പിണറായിയെ മകളെയും കാത്തിരുന്ന ഈ വലിയ ദുരന്തം ഇങ്ങനെ കുറേ പാവങ്ങളെ ഇല്ലാതാക്കിയതിൻ്റെ, വേദനിപ്പിച്ചതിൻ്റെ, നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒക്കെ പ്രതിഫലമല്ലേ? തീർച്ചയായിട്ടും. ഇന്നിപ്പോ വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി ഇഡിയുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സുകൊണ്ട് ഒരു ദീർഘനിശ്വാസം ഇടുന്ന, കേരളത്തിലെ ഏറ്റവും ആത്മാർത്ഥമായി അങ്ങനെ ഒരു നിശ്വാസം ഇടുന്ന വ്യക്തി, അവരിപ്പോൾ ഇവിടെ ബാംഗ്ലൂരാണോ? സ്വപ്ന സുരേഷ് ബാംഗ്ലൂർ. സ്വപ്ന സുരേഷ് ആയിരിക്കും. എനിക്ക് അവരുടെ ആത്മകഥ ഞാൻ വായിച്ചു. ഞാൻ അവരെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച നീലയും മഞ്ഞയും ഒക്കെ ചേർന്ന കഥകൾ, ഇങ്ങനെ എരിവുള്ള കഥകളും മസാലകളും ഒക്കെ മലയാള വാർത്തകളിൽ നിറഞ്ഞു നിന്ന സമയത്ത് ആണല്ലോ ആ പുസ്തകം വന്നത്. ശിവശങ്കറിൻ്റെ ഒരു പുസ്തകം വരുന്നു. അത് നമുക്ക് ആദ്യ വായനയിൽ തന്നെ ഒരു 4 പേജ് വായിക്കുമ്പോഴേക്ക് ഇത് നുണക്കൂട്ടാണ് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അത് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് ആ പുസ്തകം ആലോചിച്ച് നോക്കൂ. ആ പുസ്തകം വന്ന ഉടനെയാണ് പിന്നെ നിവൃത്തികേടുണ്ട്. ആ പുസ്തകത്തിൽ ഈ സ്വപ്ന സുരേഷിനെ കുറിച്ച് അടിസ്ഥാനരഹിതം എന്ന് അവർ തന്നെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ ശിവശങ്കർ എഴുതി വെച്ചത് കൊണ്ട് ആണ് ആ പുസ്തകം, ശിവശങ്കറാണ് അവരെ കൊണ്ട് അത് എഴുതിച്ചത്, പ്രകോപിപ്പിച്ചത്. പക്ഷെ ആ പുസ്തകം വന്നപ്പോൾ, സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥ വന്നപ്പോൾ, അത് നമുക്ക് വായിച്ചു. അത് സ്ത്രീയുടേതായതുകൊണ്ടല്ല, ഒരു സ്ത്രീപക്ഷ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീപക്ഷ രചനകളിൽ ഏറ്റവും ശക്തമായ ആത്മകഥയാണ്. ഒരു പക്ഷേ ഒരു സ്ത്രീയുടെ അനുഭവങ്ങൾ, എന്താ കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും സ്ത്രീകളുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അടുക്കളയിൽ അനുഭവിച്ചത് അല്ലെങ്കിൽ സമൂഹത്തിൽ അനുഭവിച്ചത് ഈ ഒക്കെയാണല്ലോ. വ്യത്യസ്തമായത് എന്ന് പറഞ്ഞപ്പോൾ നളിനി ജമീലയുടെ ആത്മകഥയൊക്കെയാണ് ഇപ്പോൾ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ. അതേ സമയത്ത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മാഫിയകളുമായിട്ടുള്ള ബന്ധം, വിദേശ ബന്ധം, ഡിപ്ലോമാറ്റ്സിൻ്റെ ജീവിതം, അവരുമൊക്കെ ആയിട്ടൊക്കെയുള്ള അടുപ്പം, ഈ രാഷ്ട്രീയക്കാരും ഡിപ്ലോമാറ്റ്സും സൂപ്പർ സ്റ്റാറുകൾ, ഇപ്പോൾ സിനിമാ നടന്മാരും കലാകാരന്മാരും അവരുടെയൊക്കെ ജീവിതത്തെ അടുത്തറിഞ്ഞ എന്ന് പറഞ്ഞാൽ കിടപ്പറയിൽ തന്നെ അറിഞ്ഞ ഒരാൾ. അതിൽ അവരുടേതായ ന്യായങ്ങളൊക്കെ അതിന് പറയുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ ആയിത്തീർന്നതിൽ അവർ ചെറുപ്പകാലത്ത് അനുഭവിച്ച കുറേ ദുരിതങ്ങളുണ്ട്. അവർ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവർ അനുഭവിച്ച കുറേ വിവേചനങ്ങളുണ്ട്. അതിൻ്റെ ഫ്രസ്ട്രേഷനും വേദനയുണ്ട്. ആ വേദനയിൽ നിന്ന് അവരായിത്തീർന്നതാണ്. അവർ ഈ ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള സ്ട്രഗിളാണ് പിന്നെ നടത്തിയത്. അത് വളരെ ആത്മാർത്ഥമാണ്. ആ പുസ്തകം വായിച്ച അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇത് എത്രമേൽ സിൻസിയറായിട്ടാണ് ഇവർ എഴുതിയത്. അപ്പോൾ ആ പുസ്തകത്തിൽ അവർ വെളിപ്പെടുത്തുന്ന ഒരു പ്രത്യേകത അറിയുമോ? സ്വപ്ന സുരേഷിനെ മാത്രമല്ല, അതിനു മുമ്പ് സരിത നായർ, സോളാറ് പോലുള്ള അവരുടെ ഒരു നോക്കിലും വാക്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഇത് മിസ്സിസ് ഫ്രോഡാണെന്ന്. അങ്ങനെ മനസ്സിലാവുന്ന ഒരു കക്ഷിയാണ്. അതേസമയത്ത് ഇവരുടെ കേസിൽ അങ്ങനെയല്ല. സ്വപ്ന സുരേഷിൻ്റെ ഓരോ ദൃശ്യവും, അവരുടെ ഓരോ ഇൻ്റർവ്യൂവും, അവരുടെ ഓരോ വിശദീകരണങ്ങൾ, ഒപ്പം അവരുടെ ആത്മകഥയും, ഇതെല്ലാം വായിച്ച ഒരാളും അത് നുണയാണെന്ന് പറഞ്ഞിട്ടില്ല, കള്ളത്തരമാണെന്ന് പറഞ്ഞിട്ടില്ല. അന്ധമായി പിണറായി വിജയനെയും കുടുംബത്തെയും ന്യായീകരിക്കാൻ നിന്ന അന്നത്തെ ന്യായീകരണ തൊഴിലാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കും സ്വപ്ന പറഞ്ഞ എത്ര ശരിയാണ്. അപ്പോൾ ഒരാൾ പോലും നുണയാണ്. ഇനി സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളും ആ കുറ്റം ചെയ്യില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ എത്ര ഷാർപ്പാണെന്നറിയോ, എത്ര കൃത്യമാണ്.
അതിനേക്കാളും കൃത്യമായി ഇവരെ ഒന്നും മനസ്സിലാക്കിയ ഒരാൾക്കും പറയാൻ പറ്റില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഭാഗത്ത്, സാക്ഷാൽ തോമസ് ഐസക്ക്, ആലോചിച്ചു, മലയാളത്തിൽ മഹാബുദ്ധിജീവിയുടെ നാട്യമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ തോമസ് ഐസക്ക്. തോമസ് ഐസക്കിനെയൊക്കെ ഇതുപോലെ വലിച്ചു കീറിയ അതുപോലെ തോമസ് ഐസക്കിന്റെ സ്വഭാവത്തിന്റെ മുഴുവൻ ശക്തിയും ദൗർബല്യവും ഒക്കെ അറിയാൻ. അപ്പോൾ തോമസ് ഐസക്ക്, എനിക്ക് വളരെ അടുപ്പമുള്ള പി ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, KT ജലീലിനെ കുറിച്ച് പറഞ്ഞു. ഈ പറഞ്ഞ ആരെക്കുറിച്ചാണ് അവർ പറഞ്ഞത്? വളരെ അവരാകെ പറയാതിരുന്നത് അവരുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു സിനിമാ നടന്റെ പേര് പറഞ്ഞിട്ടില്ല, പേര് മാത്രം പറയാത്തുള്ളൂ. അതൊരു പക്ഷേ അയാളോട് ഇവർക്ക് വിരോധമൊന്നുമില്ല, അയാൾ ഇവരെ ചതിച്ചിട്ടില്ല, അയാൾ പറഞ്ഞ വാക്കൊക്കെ പാലിച്ചിട്ടുണ്ട്, അവരെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് താമസിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പേര് പറഞ്ഞ ഒരാളും നിഷേധിച്ചിട്ടില്ല. ആലോചിച്ചു, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. മാത്രമല്ല അതിൽ ഏറ്റവും ശക്തമായി പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ശിവശങ്കർ ആ പറഞ്ഞ ഏതെങ്കിലും ഒന്ന്, ശിവശങ്കർ ഇപ്പോൾ വൃത്തികെട്ട എന്ന വാക്ക് ഒരാളുടെ ഈ ശാരീരികമായ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാമെങ്കിൽ അങ്ങനെ ഒരു ജീവിയാണ് അത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വൃത്തികെട്ടത് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റൊരു മനുഷ്യന് അടുപ്പിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള ശാരീരിക ഘടനയും രോഗാവസ്ഥയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നൊന്നും അതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇദ്ദേഹത്തിന് ഈ മൂക്കറ്റം മോന്താൻ മദ്യം കൊടുത്താൽ വേറൊന്നും അദ്ദേഹത്തിന് വേണ്ട. നമ്മൾ വിചാരിച്ചത് സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിൽ വലിയ എന്തോ ലൈംഗികമായ ബന്ധമുണ്ടെന്നാണല്ലോ. അതിനു പോലും ശേഷിയില്ലാത്ത ഒരു പ്രകൃതമാണ് ശിവശങ്കറിൻ്റെതെന്ന് അവരെഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സ്വപ്നയെ ആവശ്യമുണ്ടായിരുന്നു, സ്വപ്നയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഹായവും ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് പോലും ഇയാളുടെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാതരം വൃത്തികേടുകളും മനസ്സിലാക്കിയിട്ട് അയാളെ സഹായിക്കാനും അയാളെ പിന്തുണക്കാനും ഇവർ തീരുമാനിച്ചു. അതിനുപോലും കണ്ടീഷൻ വെച്ചു, എവിടെയെങ്കിലും വെച്ച്. അതുകൊണ്ടാണ് മദ്രാസിൽ പോയിട്ട് താലി കെട്ടാൻ മാലയിടാനും വിവാഹം ചെയ്യാത്ത ഒരുത്തനും എന്നെ തൊടാൻ പാടില്ല എന്നൊക്കെയുള്ള, നമ്മളിപ്പോൾ ഇന്ന് വളരെ യാഥാസ്ഥികമെന്ന് കരുതുന്ന വളരെ കൃത്യമായ സദാചാര ബോധമൊക്കെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, എനിക്കവരെ അറിഞ്ഞൂടാ, ഞാൻ ജീവിതത്തിൽ അവരെ കണ്ടിട്ടില്ല. നീ ഫോണിലെങ്കിലും സംസാരിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ ഈ അക്ഷരങ്ങളുടെ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, അതിൽ ബോധ്യപ്പെട്ടു. മാത്രമല്ല ഈ ശിവശങ്കറിന് എന്താണ് വേണ്ടിയിരുന്നത്? ഈ കേസിൽ സ്വപ്ന സുരേഷിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന ആത്മകഥ വായിച്ചു നോക്കൂ. സ്വപ്ന സുരേഷിനെ ആ രാത്രി തട്ടിക്കളയുമായിരുന്നു. അവർ വളരെ സമർത്ഥമായി നീങ്ങിയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് സ്വപ്ന സുരേഷ് ഇല്ല. ആ യാത്രയിൽ ശിവശങ്കറിൻ്റെ കൂടി സമ്മതിയോടുകൂടി കൊണ്ടുപോയിട്ട് തട്ടാനാണ് കൊണ്ടുപോയത്, കളയാനാണ്, അവസാനം ഫിനിഷ് ചെയ്യാനാണ്. മഹാഭാഗ്യം കൊണ്ട് അവർ ജീവിച്ചിരിക്കും. അവർ മഹാഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇന്നിപ്പോൾ വീണ വിജയൻ ഇടിയുടെ മുമ്പിലിരിക്കുമ്പോൾ അവരൊരു നിശ്വാസം വിടുന്നുണ്ടാവും. ദൈവമായി കാവ്യത്തിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ, കാലത്തിൻ്റെ ഒരു കാവ്യനീതി വന്നല്ലോ എന്നവർ പറയുന്നുണ്ടാവും. അതിൻ്റെ കാരണം ഇവരെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിച്ചത് ഇപ്പോൾ പിണറായി വിജയനേക്കാൾ വീണ വിജയന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിയും വിവരവും ഉണ്ടായിട്ടാണെന്ന് വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അതൊക്കെ ചുമ്മാ തന്നെ മാഷെ. അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്നൊക്കെ ആളുകൾ വെറുതെ പറയുന്നത്, ഞാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ആര്? നമ്മൾ കണ്ടതാണ് വീണ വിജയൻ എങ്ങനെയാണ് വീണ വിജയനായത്, വീണ വിജയൻ എവിടെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്. അവിടെ ഒരു എൻട്രൻസിന്റെ ഫോം ഫില്ല് ചെയ്യാനുള്ള ശേഷിയില്ലാത്ത ഒരു കക്ഷി, എൻട്രൻസ് എന്ന് കേട്ടപ്പോൾ നിലവിളിച്ച കക്ഷി, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് ആകെ അറിയാവുന്നത് ഈ ക്രിമിനൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ, മനസ്സിനകത്ത് ദുഷ്ടതയും ക്രൂരതയും. എന്നാലോചിച്ച് നോക്കൂ, ഇതൊക്കെയാണെങ്കിൽ വീണ വിജയൻ വല്ലതും പിന്നലകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വീണ വിജയൻ എങ്ങനെ ഇന്നലെയായി, വീണ വിജയൻ എങ്ങനെയാണ് ഇന്നത്തോളം എത്തിയതെന്നൊന്ന് പറയട്ടെ. അവർ ആത്മകഥ എഴുതട്ടെ, സ്വപ്ന സുരേഷിനെ പോലെ. എവിടെയുണ്ട്? എന്തായിരുന്നു അവരുടെ ജീവിതം? ആരായിരുന്നു അവരുടെ മോൻ്റെ അച്ഛൻ? എന്തായിരുന്നു ആദ്യത്തെ ഭർത്താവിൻ്റെ കുഴപ്പം? എന്തുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ചെയ്യേണ്ടി? അവർക്കും അനുഭവങ്ങളുണ്ടല്ലോ, എന്താ അവർ പറയാൻ തയ്യാറാവാത്തത്? എന്നിട്ട് എങ്ങനെയാണ് റിയാസിന്റെ ജീവിതത്തിലേക്ക് അവർ വന്നത്, അല്ലെങ്കിൽ റിയാസ് എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്, എന്തായിരുന്നു ആ വിവാഹത്തിന്റെ പിന്നിലുള്ള താല്പര്യം? ഇങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. അപ്പൊ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് വീണ വിജയന്റെ ക്രിമിനൽ ബുദ്ധി, അല്ലെങ്കിൽ ക്രിമിനൽ ബുദ്ധി എന്ന് ഞാൻ പറയുന്നത് അധ്വാനിച്ചൊന്നും നേടാൻ ശേഷിയില്ലാത്ത, ജീവിതത്തിൽ വിജയം നേടാനുള്ള ബുദ്ധിയോ വിവേകമോ അധ്വാനശേഷിയോ സമർപ്പണമോ കമ്മിറ്റ്മെന്റോ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അച്ഛൻ്റെ മേൽവിലാസത്തിൽ പണം ഉണ്ടാക്കുക എന്നതിൻ്റെ
വളഞ്ഞ വഴികളാണ്. അതിനാണ് അവർ ഈ ഡിപ്ലോമാറ്റുകളെ വഴിതിരിച്ചു വിട്ട് സ്വന്തം വീട്ടിൽ അതൊക്കെ എത്തിച്ചു കൊടുത്ത ആർക്ക് വേണ്ടി? ശിവശങ്കറുടെ നിർദ്ദേശപ്രകാരം. ശിവശങ്കർ ആരാണ്? പിണറായി വിജയൻ്റെ സെക്രട്ടറിയാണ്. പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം. ഇത് തമാശയാണ്. ഈ ശിവശങ്കർ ഒരാളോട് ഈ ഗ്ലാസ്മേറ്റ്സ് തമ്മിലുള്ള സമയത്ത് ഉണ്ടല്ലോ, ഒരുമിച്ച് കള്ളു കുടിക്കുന്നവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത്രേ. അയാൾ ചോദിച്ചത്രേ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ രാഷ്ട്രീയക്കാരിൽ? കേരളത്തിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട്, നിനക്ക് ഗോഡ് ഫാദർ ആക്കാൻ ആരെയും കിട്ടിയില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത്ര നല്ലൊരു ഗോഡ് ഫാദർ വേറെ കിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നല്ല ഉറപ്പുണ്ട് അപകടം വന്നാൽ എന്നെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ അതുപോലും ഡീലാക്കി മാറ്റും. എന്ന് വെച്ചാൽ കേസ് പിടിക്കപ്പെട്ടപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? കേസ് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, ഇത്ര കോടിക്കാണ് ഡീല്, റെഡിയാണോ അല്ലേ എന്നാ ചോദ്യം. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും വീണ വിജയനെയൊക്കെ രക്ഷിച്ചുതരാം, ഞാൻ കുറച്ച്, എനിക്കറിയാം ഇത് എത്ര കാലം ജയിലിൽ കിടക്കേണ്ടത്, ഞാൻ കിടക്കാൻ തയ്യാറാണ്, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര കാശ് വരണം, അത് മതി അയാൾക്ക്. അതിലപ്പുറത്ത് എന്താന്നേ, ജീവിതത്തിൽ വേറൊരു കുടുംബജീവിതം നയിക്കാനുള്ള ശേഷിയില്ല, അയാൾക്ക് സമാധാനപരമായ ജീവിതം വേണ്ട. പിന്നെ ജയിലിൽ കിടന്നാൽ പോലും അവിടെ ഇപ്പം ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിണറായി വിജയന്റെ കാലത്ത് ജയിലുകളിൽ ക്രിമിനലുകൾക്ക്, സ്വന്തം ക്രിമിനലുകൾക്ക്, സ്വന്തം പാർട്ടിക്കാർക്ക് മൊത്തം അവര് തന്നെയായിരുന്നല്ലോ പകുതിയിലേറെ കിട്ടാത്തത്. ഇയാൾക്ക് ആകെ വേണ്ടത് മദ്യമാണ്. മദ്യവും ഭക്ഷണവും കിട്ടിയാൽ അയാൾ എവിടെയും പോയിക്കോളും. മാത്രമല്ല അയാൾ പറഞ്ഞ ഡീലാണ്. അപ്പൊ ഇതാണ് ഇടപാട്. അതുകൊണ്ട് ശിവശങ്കറിന് വേണ്ടിയല്ല പിണറായി വിജയൻ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? വീണ വിജയന് വേണ്ടിയാണ്. അതുകൊണ്ട് വീണ വിജയൻ ഇഡിയുടെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവെ നന്ദി എന്ന് പറയുന്ന ഒരാൾ ഭൂമിയിലുണ്ടെങ്കിൽ അത് ആദ്യത്തെ ആൾ തീർച്ചയായിട്ടും സ്വപ്ന സുരേഷ് ആയിരിക്കും. കാരണം അവരെത്ര തന്നെ വഴിവിട്ട് ജീവിച്ചു എന്ന് ആരൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ഒരു സത്യമുണ്ട് എന്ന് അവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇന്നത് കാലം സാക്ഷ്യപ്പെടുത്തും.